റാണവിന്റെ ഫേക്ക് എന്ന് പൊളിഞ്ഞ് റാണവ് തന്നെ പറഞ്ഞു ഞാൻ ഫേക്കാണ്, ഈ ഗെയിമിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ചോദിച്ചു വിജയ് സേതുപതി, ആർക്കൊക്കെയാണ് നിങ്ങൾ വോട്ട് ഒരിക്കലും ചെയ്യാനേ പാടില്ല, എൻ്റെ പൊന്ന് പ്രേക്ഷകരെ ദയവ് കരുതി നിങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യരുത് എന്ന് ആരെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അൻഷിതയുടെ എവിക്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നെ വാട്ട് എ പോസിറ്റിവിറ്റി. ആ ഒരു എവിക്ഷൻ ഷോക്കിംഗ് ആവുമെന്ന് കരുതിയിട്ട് ആർക്കും ഷോക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. വിശാൽ അതിനിടയിൽക്കൂടെ പണി തുടങ്ങിയിട്ടുണ്ട്. വിശാലിന് ഭയങ്കരമായ നെഗറ്റീവാണ് തമിഴിലെ കമന്റ് ബോക്സിൽ, തമിഴകത്തിലെ കമന്റ് ബോക്സുകൾ നിറച്ച് വിശാൽ തർഷിക അടിച്ച് വെളിയിലാക്കി. എന്നിട്ട് ഇപ്പോൾ അൻഷിതയുടെ അടുത്ത് കൂടി ചാടിയിട്ടുണ്ട്. ഒരുവിധം ഭാഗ്യമാണ് അൻഷിത പുറത്തായത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ സാധനം തമിഴിൽ കുറേ പേജസിൽ ഞാൻ കണ്ടു, കുറേ പേജസിൽ. അപ്പോൾ നമ്മുടെ ടോപ്പ് 10 കണ്ടസ്റ്റൻസ് ആയിരിക്കുകയാണ് ബിഗ് ബോസ് തമിഴ് സീസൺ 8 ആരൊക്കെയാണ്? മഞ്ജരി, മുത്തു, ജാക്ലിൻ, റയാൻ, അരുൺ, ദീപക്, റാണവ്, വിശാൽ, പവിത്ര, സൗന്ദര്യ. അങ്ങനെ ടോപ്പ് 10 ബിഗ് ബോസ് സീസൺ 8 വന്നിരിക്കുകയാണ്. ഇതിനകത്ത് ഇന്ന് കുറേ സംഭവങ്ങളൊന്നും വീക്കെൻഡിലൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അൻഷിത പുറത്തെത്തിയതിനു ശേഷമാണ് വീണ്ടും കോണ്ടന്റ് ഒക്കെ വന്നത്. പക്ഷേ തുടങ്ങുന്നു നാളെ മുതൽ ഒരു യുദ്ധം, ടിക്കറ്റ് ടു ഫിനാലെ. അതെ, നോക്കാം നമുക്ക് ആർക്കായിരിക്കും കിട്ടാൻ പോകുന്നതെന്ന്. പക്ഷേ ഇതിനകത്ത് ടിക്കറ്റ് ഫിനാലെ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വരെ ഉണ്ട്. ഇതെന്താ സംഭവം? ഇതൊക്കെ വരുന്ന അഭിനയിക്കുന്നതാണോ ഉള്ളതാണോ? വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 84 ഡിസംബർ 29 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. ആദ്യം തന്നെ ഞാൻ പറയാം, ഒരു പക്ഷേ ഞാൻ നാളെ ഒരു ഫംഗ്ഷനായിട്ട് പോകണം. അപ്പോൾ എനിക്ക് അതുകൊണ്ട് കറക്റ്റ് റിവ്യൂ ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ കുറച്ച് ലാഗാവും. ചിലപ്പോൾ ഞാൻ നാളെ പോസ്റ്റ് ഇടും കേട്ടോ, റിവ്യൂ വരൂല എന്നുണ്ടെങ്കിൽ. എങ്കിൽ ഞാൻ മറ്റന്നാൾ മോർണിംഗ് ഇട്ടോളാം. അപ്പം വിജയ് സേതുപതി തന്നെ വന്നിട്ട് ഫസ്റ്റ് പറയാണ്, ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഒരു സൊല്യൂഷൻ പോലെ വെച്ചിരിക്കും. ന്യൂ ഇയർ ഒക്കെ അല്ലേ, എന്തെങ്കിലും കാര്യം ആർക്കെങ്കിലും ഒരു അഡ്വൈസ് പോലെ, ഒരു സൊല്യൂഷൻ പോലെ പറഞ്ഞു കൊടുക്കാനുണ്ടോ? അതിനകത്താണ് റാണവ് പെടുന്നത്. റാണവ് പറ. അപ്പൊ റാണവ് ബ്ലാങ്ക് മിഴിങ്ങസ്യ. അതിന്റെ അവസാനം ചോദിക്കുക, അവിടെ ഇരി. വിശാലിനെ ചോദിക്കുന്നു. അത് ദീപക്കണ്ണന്റെ അടുത്താണ്. എപ്പോഴും എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്കും സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ തോന്നും. അപ്പൊ അത് അങ്ങനെ ചെയ്യരുത്. ദീപക് പറയുന്നു വിശാലിനെയാണ് അവസരം കൃത്യമായിട്ട് യൂസ് ചെയ്യണം. പിന്നെ നിന്റെ നല്ലത് പറയുമ്പോൾ നീ അംഗീകരിക്കുന്നുണ്ട്, ഡിസപ്പോയിൻമെന്റ് എപ്പോഴും ആകരുത് എന്ന് പറയുകയാണ്. മഞ്ജരി സൗന്ദര്യയുടെ പേരാണ് പറയുന്നത്. ക്വിക്കായിട്ട് സൗന്ദര്യം എല്ലാ കാര്യത്തിലും റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യരുത്, റെസ്പോണ്ട് ആണ് ചെയ്യേണ്ടത്. സൗന്ദര്യയുടെ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നിയതാണ് ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പോയി അതിന് സോറിയും പറയും. ഇതാണ് സൗന്ദര്യം, അതൊന്ന് മാറ്റണം. അപ്പോൾ സൗന്ദര്യം, ഞാൻ മുത്തുവിൻ്റെ കേസാണ് പറയുന്നത്. മുത്തുവിന് എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ ആ തെറ്റ് മുത്തു അംഗീകരിക്കാതെ ബാക്കിയുള്ളവരുടെ തെറ്റിനെ മുത്തു ചൂണ്ടിക്കാണിച്ച് സ്വന്തം തെറ്റ് മറയ്ക്കും. പവിത്ര അപ്പം അങ്ങനെ ചെയ്യരുത്. പവിത്ര പറയണം. അൻഷിതയുടെ കാര്യമാണ് പറയുന്നത്. പ്യുവർ ലവ് ആണ് അൻഷിത. ദേഷ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ പറയുന്നത് കൂടി കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അപ്പം അൻഷിത പറയുന്നത്. റാണവിൻ്റെ കേസാണ്. റാണവിനെ കുറിച്ച് എന്തെങ്കിലും തെറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നുമേ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ജാക്ലിൻ, വിശാലിൻ്റെ പേരാണ്. ഫ്രണ്ട്സ് പറയുന്ന ഒപ്പീനിയൻസ് എല്ലാം വിശാൽ കേൾക്കും. ആ ഒപ്പീനിയൻ എല്ലാം അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് പറയാതെ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ വിശാലിന് മുന്നോട്ട് പോകാം. അപ്പം അങ്ങനെ പറയുക. അരുൺ റാണവിൻ്റെ പേരാണ് പറയുന്നത്. അവൻ്റെ ഉള്ളിൽ നല്ലതുപോലെ ആലോചിക്കാൻ കഴിയുന്ന ഒരു പയ്യൻ്റെ മൈൻഡ് ഉണ്ട്. പക്ഷെ അവൻ കോൺഫിഡൻ്റ് ആയിട്ടൊന്നും അങ്ങോട്ട് പറയുന്നില്ല. അപ്പം അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. റയാൻ സൗന്ദര്യയാണ്. സൗന്ദര്യക്ക് ഇമോഷണൽ കൂടുതലാണ്. എന്ത് കേസിലായാലും എന്തായാലും ഇമോഷണൽ അതിൻ്റെ പീക്കിലാണ്. അപ്പം അത് ആ ഒരു മൊമെന്റിനെ കെടുത്തുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. മുത്തു ജാക്കിലിൻ്റെ പേരാണ് പറയുന്നത്. ഫ്രണ്ട്സിന് സ്നേഹമൊക്കെ കൊടുക്കുമ്പോൾ അതേ അളവിൽ തിരിച്ച് കിട്ടണമെന്ന് എക്സ്പെക്ട് ചെയ്യരുത്. സൗന്ദര്യക്ക് കൊടുക്കുന്ന അളവുണ്ടല്ലോ, അതുപോലെ തിരിച്ച് കിട്ടൂല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ കൊടുക്കുന്ന സാധനം നമുക്ക് തിരിച്ച് കിട്ടത്തില്ല, അത് എക്സ്പെക്ട് ചെയ്യരുത്. അടുത്ത് അപ്പോൾ എല്ലാവരും പറയുന്നത് വിജയ് സേതുപതി ചോദിക്കുകയാണ്, റാണവേ പറ, ഇനി നീ പറ, നിനക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ റാണവ് വിജയ് സേതുപതി പറയുന്നു. അപ്പോൾ റാണവ് എന്തൊക്കെ ആലോചിച്ച് വെച്ചിരുന്നു. അപ്പോൾ വിജയ് സേതുപതി, എനിക്കൊരു അഡ്വൈസ് താ സാർ. ഞാൻ സാറിനോ? എനിക്ക് നീ താ. സാർ കുറച്ചും കൂടി നല്ല രീതിക്ക് നമ്മുടെ അടുത്ത് സംസാരിക്കണം സ്നേഹത്തോടെ. അപ്പോഴത്തേക്കും വിജയ് സേതുപതി, ഞാൻ ഇനി നിങ്ങളുടെ നിന്ന് കൊഞ്ചണോ? ഞാൻ നിങ്ങളുടെ അടുത്തെങ്കിലും കാണിക്കുന്നതിനുള്ള സ്നേഹക്കുറവുണ്ടോ? ഇല്ല സാർ, നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. അപ്പം റാണവ്, റാണവ് ഉത്തരം പറഞ്ഞ് പെട്ടുപോയി. എന്നിട്ട് സാർ, ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചും കൂടി ഹാർഷാവാതെ സോഫ്റ്റായിട്ട്. അപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്, കണ്ടസ്റ്റൻസ് എല്ലാവരും ചിരിക്കുന്നു. വിജയ് സേതുപതി, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണം? എന്നെ എന്താ ഭീഷണിപ്പെടുത്താണോ റാണവേ? എന്നെ വിരട്ടെന്നാണ്, നീ വിരട്ടാണ് എന്നൊക്കെ ചോദിക്കുന്നത്. റാണവ് അണഞ്ഞ് പറ
ഇനി ആർക്കെങ്കിലും നീ അഡ്വൈസ് കൊടുക്കണ്ട, റയാന് കൊടുക്കുക. റയാനിക്ക് ആരും അഡ്വൈസ് കൊടുത്തില്ല, അഡ്വൈസ് കൊടു. അത് നീ ഗ്രൂപ്പിൽ നിന്ന് മാറാതെ ഒറ്റയ്ക്ക് കളിക്കുക കേട്ടോ. വിജയ് സേതുപതി പറയണം, ഞാൻ പറയും പോലെ അവൻ്റെ അടുത്ത് പറ, ഗ്രൂപ്പിൽ നിന്നും മാറാതെ. അങ്ങനെ വിജയ് സേതുപതിയും റാണവും കൂടെ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ അതിനകത്തുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ഫണ്ണി ടോക്സ്. അതിനുശേഷം വിജയ് സേതുപതി പറയാണ്, എനിക്ക് കുറച്ച് പേരെടുത്ത് പറയാനുണ്ട്, എന്താ നിങ്ങൾക്ക് അഡ്വൈസ് തരാനുണ്ട്. റയാൻ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചേ ചെയ്യാവൂ, ചിന്തിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ന്യായമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റയാൻ സംസാരിക്കുന്നുണ്ട്, പക്ഷേ കൺഫ്യൂസ്ഡ് ആവരുത്. വേണ്ട കാര്യങ്ങൾ കുറച്ച് ഡാഷ് ആയിട്ട് കിടപ്പുണ്ട്, അതങ്ങ് ഫില്ലപ്പ് ചെയ്ത് വിടണം. അരുൺ നല്ലോണം ചിന്തിക്കുന്നുണ്ട്, പക്ഷേ ദേഷ്യം കുറച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ മഞ്ജരി എനിക്ക് പറഞ്ഞു തരുമോ സാർ, എനിക്ക് എന്തെങ്കിലും. മഞ്ജരി എനിക്ക് പറയാൻ ഒന്നുമില്ല, സൂപ്പറായിട്ടാണ് കളിക്കുന്നത്, മഞ്ജരി നല്ലതാണ്, വേറെ ഒന്നും പറയാനില്ല. പവിത്ര കംഫർട്ട് സോൺ വിട്ട് പുറത്തു പോവാ, ഇതാണ് ഞാൻ എന്ന് പറഞ്ഞിരിക്കാതെ എനിക്കിതിനപ്പുറം കാണിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് കാണിക്കുക. അടുത്ത വിജയ് സേതുപതി ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് പറയുന്നു, ഈ വീട്ടിലുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യരുത്, അയ്യോ എൻ്റെ പൊന്ന പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീട്ടിലുള്ള ഈ ആൾക്ക് വോട്ട് ചെയ്യരുതേ എന്ന് നിങ്ങൾക്ക് പറയാൻ ആരുടെ പേരാണ് ഉള്ളത്? എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടൂല, അവന് ചെയ്യരുത് അല്ലെങ്കിൽ അവക്ക് ചെയ്യരുത് എന്ന് തോന്നുന്ന ആൾ ആരാണ്? അപ്പം മഞ്ജരി പറയാണ്, റാണവ്. ഇവിടെ ഓരോ കാര്യങ്ങളും തുടക്കത്തിൽ എന്തൊക്കെയോ കൊണ്ടുവന്നു, അത് വർക്കൗട്ട് ആവാത്തതുകൊണ്ട് കുഴപ്പങ്ങൾ മാത്രം ഉണ്ടാക്കി കാണിച്ചുകൊണ്ട് യോഗ്യതയുള്ളവരെ ഇവിടെ ഇല്ലാതെയും ഇവൻ ഇവിടെ നിൽക്കുന്ന രീതിയിലുമാണ് ഇപ്പോഴത്തെ പോക്ക്. അങ്ങനെ ഇവന് വോട്ട് കൊടുക്കല്ലേ പ്രേക്ഷകരെ. മുത്തു സൗന്ദര്യമാണ് ഗെയിമിൽ മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഇവിടെ ലിവിംഗ് റൂമിൽ വന്നിരിക്കുമ്പോൾ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി 84 ദിവസം ഇവിടെ നിന്നു. അപ്പോൾ സൗന്ദര്യക്ക് വോട്ട് കൊടുക്കരുത്, ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്ന വേറെ ആർക്കെങ്കിലും വോട്ട് കൊടുത്തോ. ജാക്ലിൻ വിശാലാണ് തെറ്റ് ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ തിരുത്താതെ കൺഫ്യൂസ്ഡായി സേഫായിട്ട് പലരുടെയും പിന്നിൽ നിന്നുകൊണ്ടാണ് വിശാൽ കളിക്കുന്നത്. വിശാൽ കാരണം പലരും പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ വിശാൽ പിന്നിൽ നിന്ന് കളിക്കുകയാണ്. അത് വിശാലിന് കയറി അടിച്ചത്. കാരണം ഇത് ദർശികയുടെ കേസാണ് പറഞ്ഞത്. ദർശിക സൂപ്പറായിട്ട് കളിച്ചുകൊണ്ട് അവളുടെ പിന്നിൽ നിന്ന് അവളെ ചവിട്ടി വെളിയിൽ എറിഞ്ഞ്. അടുത്ത് ഇപ്പൊ അൻഷിതയുടെ പിറകിലാണല്ലോ, അതായിരിക്കും ജാക്കലിന് ഉദ്ദേശിച്ചത്. അപ്പൊ റയാൻ ദീപകിന്റെ പേരാണ്. ഇവിടെ വന്നാണ് ദീപക് എല്ലാം പഠിച്ചതെന്ന് പറയുന്നത് അത്ര എനിക്ക് വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല. പിന്നെ യഥാർത്ഥ ക്യാരക്ടർ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല, എല്ലാം കൺട്രോൾ ചെയ്ത് ദീപക് വെച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നതെന്നാണ്. ഇപ്പം അതുകൊണ്ട് ദീപകിന് വോട്ട് കൊടുക്കരുതെന്നാണ് റയാൻ പറയുന്നത്. പക്ഷെ എനിക്ക് അതത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. അപ്പം അരുൺ പവിത്രയുടെ പേരാണ്. ഇവിടെ ഒരു വർക്ക്ഷോപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. ഓപ്പർച്യൂണിറ്റികൾ കംഫർട്ട് സോണിൽ നിന്നും ഒതുങ്ങി പോവാതെ മുന്നോട്ട് വരേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഒതുങ്ങി നിൽക്കുന്ന പവിത്രയ്ക്ക് വോട്ട് ചെയ്യരുത്. ദീപക് റാണവിന്റെ പേരാണ്. ഗെയിം സെറ്റ് ചെയ്തല്ല നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. ഇവൻ ഗെയിമിനകത്തെ സെറ്റ് ചെയ്താണ് പോകുന്നത്. ബാക്കി ഉള്ളവരുടെ അവൻ ചെയ്യുന്നതിന് തെറ്റെന്നല്ല, ഇവൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ളവരുടെ എഫേർട്ട് വേസ്റ്റ് ആയിട്ട് പോകുന്നു. അപ്പൊ റാണവ് അൻഷിതയുടെ പേര് പറയുന്നു. ഗെയിമിൽ എഫോർട്ട് ഇല്ല, അൻപും പാസവും കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് അൻഷിത പറയുന്നത് റാണവാണ്. ഇവിടെ ഇവനെ ആരാണ് കയറ്റി വിട്ടത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, അയ്യോ അപ്പം വിജയ് സേതുപതി ഇപ്പം ചോദിക്കുക, അയ്യോ ബിഗ് ബോസ് ടീമിനെയാണോ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ അൻഷിത ഇവൻ ആരാണ് കയറ്റി വിട്ടതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. ഇവൻ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ഇവിടെ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും. ഇവിടെ നല്ല മൊമെൻ്റാണ്. നമ്മളിവിടെ പലരും ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഇവൻ്റെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇറിറ്റേറ്റഡ് ആവും. വിശാല് പവിത്രയാണ്. കാരണം ഇവളുടെ ജഡ്ജിമെന്റൽ മൈൻഡാണ്. ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പവിത്ര അരുണാണ്. അരുൺ പറയുന്ന പല കാര്യങ്ങളും കറക്റ്റ് ആണെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. തെറ്റാണെങ്കിൽ പോയി അപ്പോൾ സോറി പറയാം. അപ്പോൾ അരുൺ നല്ലവനാണെന്ന് കാണിക്കാനാണ് അരുൺ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അരുൺ നോട്ട് കൊടുക്കരുത്. അപ്പോൾ സൗന്ദര്യ റാണവാണ് സാർ, ഇവനെ വെച്ചിവിടെ കുഴപ്പമുണ്ടാക്കി ഇവനിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്, ഇവനിക്ക് വോട്ട് ചെയ്യരുത്. അപ്പോൾ വിജയ് സേതുപതി റാണവേ എന്ത് പറ്റി, റാണവ റിയൽ ആണോ? സൗന്ദര്യം ഇപ്പം ഈ പറയുന്ന പോലെ കുഴപ്പങ്ങൾ അല്ല സാർ, ഞാൻ റിയൽ അല്ല, ഞാൻ ഇവിടെ ഗെയിമാണ്, അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയാണ്. അത് റാണവിന് ഭയങ്കര നെഗറ്റീവ് ആക്കും. റാണവ് വിചാരിക്കും സത്യം പറഞ്ഞതുകൊണ്ട് ഭയങ്കര പോസിറ്റീവ് ആണെന്ന്. പക്ഷേ ഗെയിമിന് വേണ്ടി നമ്മൾ ഫേക്കായിട്ട് ഗെയിമിന് വേണ്ടി ഓൾമോസ്റ്റ് എല്ലാവരും ഫേക്ക് ആയിരിക്കും. എന്നാലും ഫേക്കായിട്ട് നിന്നാൽ പോലും ഞാൻ ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നത്, ഈ ഗെയിമിന് വേണ്ടി ഇങ്ങനെ നിന്നാലേ പറ്റൂ എന്ന് പറയുന്നത് ഏറ്റവും ഒരു മണ്ടത്തരമായിപ്പോയി. അത് റാണവിൻ്റെ വായിൽ നിന്ന് വീഴുകയും ചെയ്തു. വിജയ് സേതുപതി ബ്രേക്ക് പറഞ്ഞ് പോകുമ്പോൾ മുത്ത് പറയണം, റാണവിൻ്റെ കേസിൽ സൗന്ദര്യം പറഞ്ഞ ഒപ്പീനിയനിൽ ഞാൻ കൂടെ നിൽക്കുന്നു. അപ്പോൾ റാണവ് പറയണം, അതെ ഞാൻ സത്യമാണ് പറഞ്ഞത്, ഞാൻ ഗെയിമിന് വേണ്ടി ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പവിത്ര വിശാലെ ഞാൻ ജഡ്ജ്മെന്റിലൊന്നും അല്ല കേട്ടോ. അപ്പോൾ വിശാലെ എനിക്ക് അങ്ങനെ തോന്നി. കുറച്ച് കഴിഞ്ഞു റാണവ് മുത്തുവിൻ്റെ പറയാണ്, ഞാൻ ഇവിടെ ഓരോന്നും ബാക്കിയുള്ളവരെ എല്ലാം പുറത്ത് കാണിക്കാൻ വേണ്ടി എന്നെ തെറിയരുതുക്ക്, എന്നെ
അറിയാൻ വേണ്ടിയിട്ട് കോണ്ടന്റിന് വേണ്ടിയിട്ടാണ് അവിടെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ സൗന്ദര്യം ഇവിടെ കാണിക്കുന്ന ഓരോ എക്സ്പ്രഷനും എന്താണ് പുറത്ത് അറിയാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം മുത്ത് പറഞ്ഞേടാ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഗെയിം ഷോ ആണ്, ഇത് വേറൊരു രീതിയിലേക്ക് വരുന്നു. ഇപ്പം നീ തന്നെ പറഞ്ഞു നീ അല്ല ഇവിടെ പ്ലേ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്നതുകൊണ്ടല്ല, നീ അല്ലാതെ പ്ലേ ചെയ്യുമ്പോൾ നീ പിന്നെ എന്ത് സാധനമാണ് പുറത്ത് കാണിച്ചു കൊടുക്കുന്നത്? നിനക്ക് പുറത്ത് പോയി വലിയ ആളാവണം, അതാണ് ഇതാണെന്നൊക്കെ നീ പറഞ്ഞു. നീ അല്ലാതെ ഇവിടെ കളിക്കും, നീ ഇവിടെ എന്താണോ കാണിക്കുന്നത് ആ നിന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിട്ടാണ് നാളെ നിന്നെ ഒരു സ്റ്റാർഡത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നീ അല്ലാതെ നിൽക്കുമ്പോൾ ഒരു കാലത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം നീ ഇനിയുള്ള ടാസ്കിലെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നീ നിന്നെ കാണിക്കേ. അടുത്ത വിജയ് സേതുപതി ഡയറക്റ്റ് വരുന്നു, എവിക്ഷൻ ആണ്, ആരായിരിക്കും? അപ്പം ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേരുകളൊക്കെ പറയുന്നു. അൻഷിതയുടെ പേര് ആരും പറയുന്നില്ല, കാർഡ് കാണിക്കുന്നു, അൻഷിത എവിക്റ്റഡ്. അൻഷിതയ്ക്ക് സന്തോഷമാവുന്നു. അപ്പം വിജയ് സേതുപതി പറയാണ് ജെഫ്രി പോയപ്പോഴത്തേക്കും ഞാൻ വരുന്നുവിടാ എന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഞെട്ടിപ്പോയി. അപ്പം അൻഷിത പറഞ്ഞു അതിവിടെ തിരുട്ട് ബിരിയാണിയിൽ അമ്മ വന്ന് വഴക്ക് പറയും പോലെയാണ് വിജയ് സേതുപതി ഒന്ന് വഴക്ക് പറഞ്ഞതെന്ന് ജെഫ്രി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോഴേ തന്നെ എനിക്ക് ഭയങ്കര കണക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത് മാത്രമല്ല അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല, പോയി കഴിഞ്ഞാൽ കൂടെ വരും അല്ലെങ്കിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ സാധനം എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് എല്ലാവരോടും എനിക്ക് ഇതുവരെ സത്യമായിട്ട് സന്തോഷമാണ്, ഇത്രയും ദിവസം നിൽക്കാൻ പറ്റി, ഭയങ്കര സന്തോഷം എന്നെല്ലാം പറഞ്ഞ് സാധനങ്ങളൊക്കെ പറക്കി കെട്ടാൻ പോവാണ്. പവിത്ര കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴാണ് വിശാലിന് അടുത്ത് ഇളവുന്നത്. വിശാലിന് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ അൻഷിത കാണുന്നത് വിശാലിനെ കാണുന്നത് ഫ്രണ്ടായിട്ടാണ്, പ്യുവർലി അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ വിശാലിന് തർഷിക പോയപ്പം മോതിരം ഊരി കൊടുത്ത്, ഇപ്പം മാല ഊരിയാണ് കൊടുത്തിരിക്കുന്നത് അൻഷിതയ്ക്ക്. അതിനുശേഷം അൻഷിത പുറത്തിറങ്ങിയ മാലയൊക്കെ ഇടുന്നുണ്ട്. വിശാലിന്റെ കയ്യിൽ 2 സ്പ്രേ കുപ്പി ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അൻഷിത കൊടുത്തായിരിക്കുന്നു, കാരണം ഞാൻ ഇങ്ങനെ നോക്കി എഴുതുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് കൊടുത്തോ എന്തോ. അപ്പം അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം വിശാല് പറ എന്തോ ഒരു കാര്യം പറ എന്ന് പറഞ്ഞ് അൻഷിതയുടെ പിറകെ നടക്കുന്നുണ്ട്. അൻഷിത എന്തോ ചെവിയിൽ പറയുന്നുമുണ്ട്, അതെന്ത് കാര്യമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അങ്ങോട്ട് അൻഷിത പറയുമ്പോൾ വിശാലിന് ഭയങ്കര ഒരു ബ്ലഷ് മുഖത്ത് അടിക്കുന്നുണ്ട്. അതെനിക്ക് അറിഞ്ഞുകൂടാ എന്ത് കാര്യമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ വെയിറ്റ് ചെയ്യുന്ന കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ. അൻഷിത എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി ബബായി പറഞ്ഞയക്കുന്നു. മഞ്ജരിയും റയാനും പറയാണ് ആ റൂമിലുള്ളവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഗ്യാങ് ആണെങ്കിലും ഇൻഡിവിജ്വലായിട്ട് കളിച്ചില്ലെങ്കിൽ പുറത്താവും. പിന്നെ അൻഷിത നേരെ സ്റ്റേജിൽ വരുന്നു. അൻഷിതയുടെ ജേണി വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. എൻ്റെ പൊന്നെ എന്തോ ഒരു ജേണിയാണ് അൻഷിതയുടെ അല്ലേ, ഭയങ്കര ഒരു എല്ലാ ഇമോഷൻസും അതിനകത്ത് ഉണ്ട്. അപ്പോൾ അൻഷിത പറഞ്ഞു ഞാൻ 100 ദിവസം അല്ലേ എന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത്, പക്ഷേ ഇവിടെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും പ്യുവർ സോളാണ് ആൾക്കാർ ഇവിടെ എല്ലാവരും. ഞാൻ അവിടെ വീണ് കിടന്നു കഴിഞ്ഞാൽ അവരെ നോക്കാനുള്ളൂ, അവർ തന്നെയാണ് നോക്കിയത് എന്നൊക്കെ പറയുന്നു. കണ്ടസ്റ്റൻസുമായിട്ട് സ്ക്രീനിൽ ചേരുന്നു. ഭയങ്കര പോസിറ്റിവിറ്റി, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഭയങ്കരമായിട്ട് ചിരിച്ച ഭയങ്കര പോസിറ്റീവ്. ജാക്ക്, മുട്ടുകുമരൻ, ദീപു മോനെ എന്നൊക്കെ പറഞ്ഞാൽ എല്ലായിടത്തും ഭയങ്കര കാര്യമായിട്ട് ഭയങ്കര സ്നേഹമായിട്ട് സംസാരിച്ച് ഓക്കെ വിജയ് സേതുപതി അടുത്ത് ബായും പറഞ്ഞ് ഒത്തിരി നിനക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നു, അതെല്ലാം മാറി പോസിറ്റീവൊക്കെ ആയി എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ അൻഷിത ഇറങ്ങുവാണ്. ഇനി അൻഷിതയെ പറ്റി എനിക്ക് പറയാനുള്ളത്, അൻഷിത ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുന്നേ ഒത്തിരി നെഗറ്റിവിറ്റി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അത് ശരിയേത് തെറ്റേന്നൊന്നും നമുക്കറിയില്ല. ഒത്തിരി നെഗറ്റിവിറ്റികളും കൊണ്ട് ബിഗ് ബോസിലേക്ക് കയറി വന്ന ഒരാളാണ്. 1-2 ആഴ്ചയിൽ എവിക്റ്റായി പോവേണ്ടിയിരുന്ന അൻഷിതയ്ക്ക് മില്യൺസ് ഓഫ് ഹേർട്ടാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. അത്രയധികം അൻഷിതയ്ക്ക് സപ്പോർട്ടുണ്ട്. കാരണം ഈ പറയുന്ന അൻപ്, പാസം ഒക്കെ അൻഷിത കാണിച്ചതിൻ്റെ ഒരു സംഭവം ആയിരിക്കാം. ഇത് മാത്രം കൊണ്ട് നമുക്ക് ബിഗ് ബോസ് നിൽക്കാൻ പറ്റത്തില്ല. സത്യം എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ അൻഷിത റിയൽ ആയിരുന്നു, ഭയങ്കര ജെന്യുവിൻ ആയിരുന്നു. കാരണം അൻഷിതയൊക്കെ റിയൽ ആയിരുന്നത് കൊണ്ടാണ് അൻഷിതയുടെ വിഷമം, ദേഷ്യം, സന്തോഷം, സങ്കടം, പൊട്ടിത്തെറി എല്ലാം നമുക്ക് കാണാൻ പറ്റിയത്. ഒരു കണ്ടസ്റ്റന്റ് റിയൽ അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പോർഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഒരു കണ്ടസ്റ്റന്റ് ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ ഇമോഷൻസും കാണാൻ പറ്റും അല്ലേ. ഇപ്പൊ തന്നെ അൻഷിത പൊട്ടിത്തെറിച്ചത്, ഇവിടെ നിന്ന് പോണമെന്ന് പറഞ്ഞത്, ദേഷ്യപ്പെടുന്നത്, സ്നേഹം കാണിക്കുന്നത്, ഫ്രണ്ട്ഷിപ്പ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ആ കുട്ടിയുടെ ഇമോഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് റിയൽ ആണെന്ന് നമുക്ക് റിയൽ ആയതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക അത്രയും സാധനങ്ങൾ പുറത്ത് വന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? റിയൽ ആയിരുന്നു. പിന്നെ അൻഷിതയുടെ ഗെയിമിനെ കുറിച്ച് പറയാനാണെങ്കിൽ സ്ട്രൈറ്റ് ഗെയിം ആയിരുന്നു, പിന്നിൽ നിന്നൊന്നും ഗെയിം കളിച്ചിട്ടില്ലായിരുന്നു, സ്ട്രൈറ്റ് ഗെയിം ആയിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കി അൻഷിത എടുത്തടിച്ചാണൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തായി കഴിഞ്ഞാലും എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല. ജാക്ലിനോട്, മുത്തുവിനോട്, എല്ലാവരോടും എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അൻഷിതയുടെ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് ജെഫ്രിയുടെ കൂടെ ഉള്ള ഒരു ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത് ഇത്തിരി കൂടിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. ബാക്കി എല്ലായിടത്തും ആ ഒരു മീറ്റർ ഉണ്ടായിരുന്നു. ഈവൻ വിശാലിനോട് പോലും വിശാൽ പലതും കാണിക്കുന്നുണ്ടെങ്കിലും അൻഷിത ആ മീറ്റർ ഇട്ട് തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് അൻഷിത കളിച്ചിട്ടില്ല. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു, ഫ്രണ്ട്ഷിപ്പ് വെച്ച് കളിച്ചിട്ടില്ല. കാരണം അൻഷിതയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അർണവ്.
അപ്പം ഞാൻ ആദ്യം റിവ്യൂ തുടങ്ങി ആ ഡേ പറഞ്ഞിരുന്നു ഇപ്പം അൻഷിത വീട്ടിനകത്ത് കയറി അർണവൊക്കെ വരുന്നതുകൊണ്ട് ഒരു ഗ്രൂപ്പ് പ്ലേ നടക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഇവർക്ക് നേരത്തെ കൂട്ടി അറിയാം. ഒരു കാരണവശാലും അർണവിനോട് ആസ് എ കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയ്ക്കല്ലാതെ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് പോലും അൻഷിത വീട്ടിൽ നിന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കണ്ടസ്റ്റന്റ് ചെയ്യേണ്ട ഒരു സാധനം അതാണ്. നമുക്ക് പുറത്തുനിന്ന് ഉള്ള പല ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അവരുടെ കൂടെ നിൽക്കില്ല. പിന്നെ സുനിതയുടെ കൂടെ നിന്ന് ഒത്തിരി നെഗറ്റിവിറ്റിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല സുനിതയ്ക്ക് വേണ്ടി അൻഷിത നിന്നു എന്ന്. മാത്രമല്ല നോമിനേഷൻ ഫ്രീ പാസ് വിട്ടുകൊടുത്തിട്ടുള്ള ഒരാളാണ് അൻഷിത. എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, എനിക്കൊന്ന് 1-2 തവണ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അൻഷിത വിട്ടുകൊടുത്തിട്ടുണ്ട്. നോമിനേഷൻ ഫ്രീ പാസ് എന്നെ പ്രേക്ഷകർ ഇവിടെ നിർത്തുന്നെങ്കിൽ നിർത്തിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം മാക്സിമം എല്ലാ കാര്യങ്ങളും അൻഷിതയെ കൊണ്ട് പറ്റുന്ന ലെവലിൽ അൻഷിത ടാസ്ക് ആയാലും ഈവൻ വീട്ടിലെ വർക്കായാലും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അൻഷിതയെ കുറിച്ച് ഇത്രയാണ് എനിക്ക് പറയാനുള്ള. സൂപ്പർ ഗെയിം. പ്രത്യേകിച്ച് നമ്മുടെ മലയാളി കണ്ടസ്റ്റന്റ് അവിടെ പോയിട്ട് 84 ദിവസം അവിടെ നിന്നിട്ട് ചുമ്മാതല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, പ്രൗഡുണ്ട്. ആ നെഗറ്റിവിറ്റി എല്ലാം മാറി ഭയങ്കര പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് അല്ലേ. സൂപ്പർ, വേറൊന്നും പറയാനില്ല. അടുത്ത അൻഷിത പോയി കഴിഞ്ഞ ശേഷം വിജയ് സേതുപതി പറയുന്നു ടോപ്പ് 10 കണ്ടസ്റ്റൻസ് ആരാണ്? നിങ്ങളാണ്. അതിനുശേഷം ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് വല്ല പിടിയുണ്ടോ എന്ന് ചോദിക്കുന്നു. സ്റ്റേജിൽ ഒരു പെട്ടി ഇരിക്കുന്നു, പെട്ടി തുറക്കുന്നു, പെട്ടിയിൽ ഇങ്ങനെ ഫയറൊക്കെ വരുന്നു. ടിക്കറ്റ് ഫിനാലെ, ഒരു ടിക്കറ്റ് കാണിക്കുന്നു. ടിക്കറ്റ് ഫിനാലെ ആർക്കാണ് കിട്ടാൻ പോകുന്നത് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് വിജയ് സേതുപതി പോകുന്നു. ടോപ്പ് 10 കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഗ്രാറ്റ്സ് പറയുന്നു. വിശാൽ പറയാണ് പുറത്ത് എന്താണ് നടക്കുന്നത്, ഒരു പിടിയും കിട്ടുന്നില്ല, അൻഷിതയ്ക്ക് എങ്ങനെ പുറത്ത് പോയി, അൻഷിതയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും ആൾക്കാരൊക്കെ. അപ്പോൾ അരുൺ പറയാണ് ഇനി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ടിക്കറ്റ് ഫിനാലെ ഇനി നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഫിനാലയിൽ എത്താം. അപ്പം വിശാല്, അതായത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമോ, അതാണോ? അതെ, ടിക്കറ്റ് ഫിനാലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വിജയ് സേതുപതി പിടിക്കും, മറ്റേ കയ്യിൽ പിന്നെ ഒരാൾ വോട്ടിംഗ് സഹിതം വരും. അതാണ് നടക്കാൻ പോകുന്നത്. എനിക്കൊന്ന് ഈ അരുണൊക്കെ എന്തുമൊക്കെയാണ് പറയുന്നത്, ഇങ്ങനെയൊന്നും അല്ല. ടിക്കറ്റ് ഫിനാലെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫിനാലെ വീക്കിലേക്കാണ് എത്തുന്നത്, ഡയറക്റ്റ് ഗ്രാൻഡ് ഫിനാലയിലേക്കല്ല. ഗ്രാൻഡ് ഫിനാലയിൽ എത്തണമെങ്കിൽ ടിക്കറ്റ് ഫിനാലെ വീക്കിലെത്തി അവിടുത്തെ ടോപ്പ് 6 5 പേരല്ലേ എത്തുള്ളൂ. ഈ ടോപ്പ് 6ന്റെ എവിക്ഷൻ കഴിഞ്ഞാലേ നമ്മൾ അവിടെ എത്തത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എക്സെപ്ഷണൽ കേസ് വന്നാൽ മാത്രമേ 6 പേരെയൊക്കെ ഫിനാലെ കയറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഫിനാലെ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പം ഇപ്പം നോക്കിക്കോ, ഈ ആഴ്ച അവസാനമായിരിക്കും ടിക്കറ്റ് ഫിനാലെ കിട്ടുന്നത്. ടിക്കറ്റ് ഫിനാലെ കിട്ടുന്ന കണ്ടസ്റ്റന്റ് ഡയറക്റ്റ് ഇപ്പോൾ തമിഴ് ബിഗ് ബോസിൻ്റെ കേസാണെങ്കിൽ 99ാമത്തെ ദിവസത്തിലേക്ക് എത്തും. 99ലേക്ക്, 98 വീക്കെൻഡ് അല്ലേ, 99ലേക്ക് എത്തും. അതാണ് നടക്കാൻ പോകുന്ന സാധനം. 99 മുതൽ 105 വരെ ഉണ്ട് ഫിനാലെ വീക്ക്. ഈ 99 കഴിഞ്ഞിട്ട് 102 ഒരു മിഡ് വീക്ക് സാധനം നടക്കും. ടോപ്പ് 6നെ എവിക്റ്റ് ചെയ്തിട്ട് ടോപ്പ് 5 കണ്ടസ്റ്റൻസിനെ ഡിക്ലെയർ ചെയ്യും. ഇതിനകത്ത് എവിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഫിനാലെ എത്തും? അപ്പം ടിക്കറ്റ് ഫിനാലെ ഈസ് നോട്ട് എക്സാക്ട്ലി മീനിങ് എന്താ ഈ കിട്ടുന്ന കണ്ടസ്റ്റന്റിന് ഫിനാലെ സ്റ്റേജിൽ കയറാൻ പറ്റുമെന്നല്ല അതിനർത്ഥം. ഫിനാലെ വീക്കിലേക്ക് നമ്മൾ എത്തുന്നു, ഓക്കെ, അതാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ആ കാര്യം അവർ സംസാരിക്കുകയാണ്. ദെൻ അതിനുശേഷം എന്തോ ഒരു പഞ്ചസാരയുടെ കേസ് പറഞ്ഞൊരു വഴക്ക് നടക്കുന്നുണ്ട്. എനിക്കത് മനസ്സിലാവുന്നില്ല എന്താണ് കാര്യം എന്നുള്ളത്. മഞ്ചരി എടുത്തു വന്നോ, മുത്തു എന്തോ പറഞ്ഞത്, വിശാൽ എന്തോ പറഞ്ഞത്, വലിയ പ്രശ്നമൊന്നുമല്ല, എന്തോ നിസ്സാര സൗന്ദര്യ പിണക്കമൊക്കെയാണ്. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ജാക്കലിൻ മുത്തുവിനോട് പറയാണ് ഞാനല്ലാതെ ഇവിടെ വേറൊരാൾ ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നീ ആയിരിക്കും. അത് മാത്രമല്ല ഞാനല്ലാതെ ഇവിടെ വേറെ ആരെങ്കിലും ഒരാൾ ജയിക്കുന്നെങ്കിൽ അത് നീ ആയിരിക്കും മുത്തു. കാരണം ഞാൻ ഇവിടെ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ട് അത്രത്തോളം എഫേർട്ട് ഇവിടെ ഇട്ടിട്ടുള്ള ഒരേ ഒരാൾ നീയാണ് എന്ന് പറയുകയാണ് ജാക്കലിൻ. അപ്പോൾ ടിക്കറ്റ് ഫിനാലെ നാളെ തുടങ്ങും. ഞാൻ അറിഞ്ഞത് നാളത്തെ നോമിനേഷനിൽ 8 പേരുണ്ടെന്നാണ്. മുത്തുവും സൗന്ദര്യം ഒഴിച്ച് ബാക്കി 8 പേര് നോമിനേഷനിലുണ്ടെന്നാണ് അറിഞ്ഞത്. നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്ന് അറിയാം. കാത്തിരുന്ന് കാണേണ്ട സാധനമാണ് ടിക്കറ്റ് ഫിനാലെ. എനിക്ക് പറയാനുള്ളത് ദയവ് കരുതി ഇൻഡിവിജ്വൽ ടാസ്ക് കൊടുക്കണേ. ബിഗ് ബോസെ കൊടുത്ത് കാണും, ഇൻഡിവിജ്വൽ ടാസ്ക് കൊടുക്കണേ. കാരണം എന്താ, ഗ്രൂപ്പ് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പോലെ മുയൽ പറക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 5 പേര് ഗ്രൂപ്പായിട്ട് നിൽക്കി 6ാമത് ഒരാൾ ഫിനാലെ കയറേണ്ട എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്യും. അങ്ങനെ ചെയ്തു ഓരോരുത്തർക്കും കളിച്ച് ചെയ്യാൻ പറ്റുന്ന എൻഡോറൻസ് ടാസ്കും വേണം, അതോടൊപ്പം തന്നെ അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ടാസ്കും വേണം. രണ്ടും കൂടെ മിക്സ്ചറായിട്ട് കൊടുത്തോട്ടെ. നോക്കാം, നമുക്ക് ഒന്നും അറിയത്തില്ല. അതിൻ്റെ വിവരങ്ങൾ അറിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നാളത്തെ റിവ്യൂ ആയിട്ട് വരാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്ഥലത്തുണ്ടാവാൻ ചാൻസ് ഇല്ല. നമ്മുടെ ബിഗ് ബോസ് സിജോ ഇല്ലേ, സിജോയുടെ കല്യാണമാണ്, വരാൻ പോവാണ്. ജനുവരി 4-നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടി ഉണ്ട്, ബാച്ചിലർ പാർട്ടി ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ പോവാണ്. പോയിട്ട് തിരിച്ച് ഞാൻ ഇവിടെ എത്തുമെന്ന് അറിഞ്ഞുകൂടാ നാളെ കൃത്യസമയത്ത്. അപ്പോൾ അതുകൊണ്ട് എത്തിക്കഴിഞ്ഞാൽ റിവ്യൂ ഇടാം. ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും, ചിലപ്പോൾ ട്രാവലിലാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ഞാൻ ഇരിക്കുവാണെങ്കിൽ ഞാൻ ചെയ്യും, പക്ഷേ ട്രാവലിലാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല.
അപ്പം ഞാൻ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം, നാളത്തെ റിവ്യൂ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.